വയനാട് മേപ്പാടിയിൽ കടയിലേക്ക് പാഞ്ഞടുത്ത കാട്ടുപന്നിയെ കണ്ട് ഭയന്ന് വീണ യുവതിക്ക് ഗുരുതര പരിക്ക്. കുന്നമ്പറ്റ മിൽക്ക് സൊസൈറ്റി ജീവനക്കാരി റസിയ പിസിക്കാണ് പരിക്കേറ്റത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഗുരുതരമായ പരിക്ക്, താഴേക്ക് വീഴുകയാണ് ആ സ്ത്രീ. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ഈ നിലയിൽ വന്യജീവികളൊക്കെ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖലയാണോ? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഒരു തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന മേഖല എന്ന് പറയാം. തോട്ടം അടുത്തുണ്ട്, തേയിലത്തോട്ടമൊക്കെയുള്ള പ്രദേശമാണ് കുന്നമ്പറ്റ എന്ന് പറയുന്നത്. മേപ്പാടി, ചുണ്ടയിൽ നിന്ന് മേപ്പാടി ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കുന്നമ്പറ്റ മിൽക്ക് സൊസൈറ്റി ജീവനക്കാരിയായിട്ടുള്ള റസിയ പിസിക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു പന്നിയല്ല, ദൃശ്യത്തിൽ ഒരു പന്നിയാണുള്ളത്. പക്ഷേ കൂട്ടമായിട്ടാണ് പന്നികൾ ഈ സ്ഥാപനത്തിലേക്ക് കയറാൻ ശ്രമിച്ചത്. അതിന്റെ ദൃശ്യത്തിലുള്ളത് ഒരു പന്നി മാത്രം എന്നുള്ള തരത്തിലാണ് കാണുന്നത്. ഇതിനിടെ ഇതിനെ കണ്ട് വേഗം ഷട്ടർ അടയ്ക്കാൻ ശ്രമം നടത്തി. പക്ഷെ അത് നടന്നില്ല, നേരെ വീഴുകയായിരുന്നു. വീണ് തലയ്ക്കാണ് പരിക്കേറ്റുള്ളത്. സ്റ്റിച്ച് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സമയം തന്നെ തൊട്ടു മുമ്പ് ഒരു സ്കൂട്ടർ യാത്രികനായി മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ജിംഷിൻ പോയിരുന്നു. ജിംഷിന്റെ തൊട്ട് മുന്നിലൂടെ, അതായത് സ്കൂട്ടറിന് തൊട്ട് മുന്നിലൂടെയാണ് ഈ പന്നികൾ ഇങ്ങനെ കയറി വന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതുമായി വെടിവെച്ചു പോലെ അടക്കമുള്ള നടപടികൾക്ക് അംഗീകാരം നൽകാത്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ കാട്ടുപന്നികൾ വലിയ രീതിയിൽ അനവസരം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത്, ആളുകൾക്ക് പരിക്കേൽക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത്. ഏത് സമയത്തും ആളുകളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ മാറുന്ന ഒരു സ്ഥിതി കൂടി പലയിടത്തും ഉണ്ടാകുന്നുമുണ്ട്. വിജയകുമാർ. യെസ്, റസിയ തലയടിച്ചാണ് താഴേക്ക് വീണത്. ആശുപത്രിയിലാണ്. സ്റ്റിച്ചൊക്കെയുള്ള മുറിവ് തലയിലുണ്ട് എന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന്.